ഹായ് ഹലോ, നമ്മളിതാ കുറച്ച് പൊറാട്ടയായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്നലത്തെ പൊറാട്ടയാണ്, കുറച്ച് ഇങ്ങനെ ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുന്നതാണ്. അപ്പോൾ നമ്മളത് വെച്ചിട്ട് നല്ലൊരു റെസിപ്പിയാണ് ചെയ്തെടുക്കുന്നത്. നല്ലൊരു നൂൽ പൊറാട്ടയാണ് കേട്ടോ, കുഞ്ഞു കുഞ്ഞായിട്ടുള്ള. അപ്പോൾ ഞാനൊരു 5-6 എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പൾസ് ചെയ്തിട്ടൊന്നിങ്ങനെ പൊടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കെല്ലാം തന്നെ ഇങ്ങനെ കൈകൊണ്ട് ചെയ്തെടുത്താലോ അല്ലെങ്കിൽ കത്തി കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താലൊക്കെ മതി. അപ്പോൾ ഇങ്ങനെ ആകുന്ന സമയത്ത് നമുക്ക് നല്ല പൊടിയായിട്ട് ഇങ്ങനെ കിട്ടും. അപ്പം അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതാ ഇതുപോലൊരു ദോശക്കല്ലോ അങ്ങനെ കുറച്ചൊരു വലിയൊരു പാത്രം വേണം നമുക്ക് നന്നായിട്ടൊന്നിങ്ങനെ മിക്സ് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ ദോശക്കല്ല് കുറച്ച് ചെറുതായതുകൊണ്ട് ഞാനിതുപോലെ വലിയൊരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു 1.5 സവാളയാണ് കേട്ടോ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. ഇപ്പോൾ പേസ്റ്റ് ആയാലും കുഴപ്പമില്ല, ഇതുപോലെ അരിഞ്ഞതായാലും കുഴപ്പമില്ല. അത്രയും കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒന്ന് വഴന്ന് വന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്തിട്ട് വഴറ്റി നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാണ്. മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ എരിവുള്ള മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, ചിക്കൻ മസാല, പിന്നെ അതുപോലെ ഗരം മസാല, സോൾട്ട് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ആ ഒരു പൊടിയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഇനി നമ്മളിതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള വലിയൊരു തക്കാളിയും കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. തക്കാളി ഒരുപാട് വഴന്ന് വരേണ്ട ആവശ്യമില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് ആകുന്ന സമയത്ത് നമ്മളിതിലേക്ക് 2 മുട്ടയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് ചിക്കൻ്റെ ഗ്രേവിയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ്റെ ഗ്രേവി തന്നെ ആവണമെന്നില്ല, മട്ടനോ ബീഫോ എന്ത് ഗ്രേവി ആയാലും മതി. ഇനി ഗ്രേവി ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ചിക്കൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്ത പീസൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ പീസായിട്ട് ഇട്ട് കൊടുക്കാം. പക്ഷേ കറക്റ്റ് ആ ഒരു കൊത്തു പൊറാട്ടയ്ക്ക് ഇതുപോലെ ഗ്രേവി ഒഴിക്കുമ്പോൾ അതിന് കറക്റ്റ് ഒരു ടേസ്റ്റ് ഉണ്ടാവാം. അപ്പോൾ ആ ഒരു ഗ്രേവി ഒഴിച്ചതിന് ശേഷം നമ്മൾ മുട്ടയും ഗ്രേവിയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഏകദേശം ഒന്ന് റെഡിയായി ഒരുപാട് ഡ്രൈ ആകുന്നതിൻ്റെ മുമ്പ് ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പൊറാട്ട കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു പൊറാട്ടയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ് കേട്ടോ. ആ ഒരു മസാലയൊക്കെ പിന്നെ അതുപോലെ ചിക്കൻ്റെ ഗ്രേവിയും മുട്ടയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി ലാസ്റ്റായിട്ട് നമ്മൾ കുറച്ച് ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കുറച്ച് പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ നമ്മളൊരു വലിയ പാൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ചെറിയ പാൻ എടുക്കുമ്പോൾ നമുക്ക് സെറ്റ് ആവില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് കുത്തി ആക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സാധാരണ കൊത്തു പൊറാട്ട എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഇങ്ങനെ ഈ തവി വെച്ചിട്ട് ഇങ്ങനെ കുത്തി എടുക്കല്ല. അപ്പോൾ ഇത് അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈസി ആയിട്ട് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മളിങ്ങനെ കട്ട് ചെയ്തിടുകയാണെങ്കിൽ നമ്മൾ 2 തവിയോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ 2 ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുത്തി എടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് റെഡി ആയിക്കോളൂ കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈസി ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള കൊത്തു പൊറാട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെയുള്ള നല്ല ആവി പറക്കുന്ന കൊത്തു പൊറാട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പെപ്പർ പൗഡർ, മല്ലിയിലൊക്കെ കുറച്ചുകൂടെ ആഡ് ചെയ്യാം കേട്ടോ. അത്യാവശ്യത്തിന് നല്ല എരിവും ഒക്കെ ഉണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടുള്ളൊരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റ് തന്നെയാണ്. ഒരു 1-2 പൊറാട്ട ബാക്കിയുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കൊത്തു പൊറാട്ട കഴിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ.